ദിവ്യ എസ് ഐ ഒരു IAS ഉദ്യോഗസ്ഥ അവർ പറയുന്നുണ്ട്, അവർ ഈ 2016 തിരുവനന്തപുരം സബ് കളക്ടറായി വന്നത് മുതൽ വിഴിഞ്ഞത്തെ പോസ്റ്റ് വരെ എല്ലാ നിയമനങ്ങളും നൽകിയത് LDF സർക്കാരിന്റെ കാലത്താണ് എന്നവർ പറയുന്നു. പ്രാപ്തിയുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയെ എലവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു, അവർക്ക് നല്ല റോൾസ് കൊടുക്കുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം നടക്കുമ്പോൾ ദിവ്യ കളക്ടറാണ്, വേണമെന്നുണ്ടെങ്കിൽ അവരെ സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ടുപോയി ഒതുക്കിയിടാൻ പിണറായി വിജയന് നിഷ്പ്രയാസം സാധിക്കും. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്യാതെ അവർക്ക് കൃത്യമായി വിഴിഞ്ഞമെന്ന് പറയുന്നത് ഒരു സ്വപ്ന പദ്ധതിയാണ്, അതിലേക്കാണ് അവരെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നത്. അവരുടെ മെറിറ്റ് കണ്ടിട്ട് തന്നെയാണ്, സ്ത്രീയുടെ മെറിറ്റിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ്. അപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ പുകഴ്ത്തുന്നവർക്ക് നല്ല പൊസിഷൻ കിട്ടും, ഞങ്ങളെ പുകഴ്ത്തുന്നവർക്ക് നല്ല അധികാരം കിട്ടും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ചേർത്ത് പിടിക്കൽ ഒക്കെ കാണുന്നു. അതിനുടനെ അവർ പുകഴ്ത്തുന്നതാണ്, അവർ പാദസേവ ചെയ്യുന്ന ആളാണ് എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. ആ കാര്യത്തിൽ ദിവ്യയെ ബുള്ളി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല, അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അവരെ പാദസേവകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാദസേവ ചെയ്യുന്ന ആളുകളായിരിക്കും, അതാണ് എൻ്റെ അഭിപ്രായം. അവരെ പാദസേവകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാദസേവ ചെയ്യുന്ന ആളുകളായിരിക്കും, അതാണ് എൻ്റെ അഭിപ്രായം.